നീ മറന്നു പോകിലും ഏറെ ദൂരെയാകിലും എൻ്റെ ഉള്ളിനുള്ളിൽ നീ പിഞ്ചു പൈതലാകണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുല്യനായ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കൊച്ചിൻ ഹനീഫ്ക സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായി അഭിനയിച്ച വാത്സല്യം എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചയാണ്. അതായത് മമ്മൂക്ക അവതരിപ്പിച്ച മേലേടത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രത്തിന്റെ വീടായി ചിത്രീകരിച്ച ആ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം അടുത്ത് പനമണ്ണ എന്നൊരു സ്ഥലത്താണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എത്ര പെട്ടെന്ന് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി വീഡിയോയ്ക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിതാ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഇവിടെ നോക്കി കാണാം ആ വീട്, ആ ഓടിട്ട വലിയ വീടാണ് വാത്സല്യത്തിലെ വീട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ വീട്ടിൽ താമസം ഉണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു ഷോട്ടെങ്കിലും നിങ്ങൾക്ക് ആ വീട് കാണിച്ചു തരും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ വാത്സല്യം ഷൂട്ട് ചെയ്ത വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. മേലേടത്ത് രാഘവൻ നായരുടെ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വീട്. ഈ വീട് ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ താമസമുണ്ട്. കുറച്ച് നാൾ താമസമൊന്നും ഇല്ലാണ്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ താമസമുണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വീട് അതുപോലെ തന്നെ ഉണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നല്ല നൊസ്റ്റാൾജി വരുന്നുണ്ട്. ശരിക്കും ഈ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഈ സിനിമയിലെ ഓരോ സീനും ഓർമ്മ വരിക. കാരണം ഓരോ മലയാളീനെയും നന്നായിട്ട് സ്വാധീനിച്ചൊരു സിനിമയാണ് വാത്സല്യം. ഇതാണ് ഈ വീടിൻ്റെ ഉമ്മറത്തെ കവാടം. ഇവിടെ വെച്ച് കുറേ സീനുകൾ എടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ സിനിമയിൽ സിദ്ദിഖ വക്കീലിനെ കാണാൻ വേണ്ടി കുറച്ച് പാർട്ടിക്കാർ വരുന്ന സീനുണ്ട്. അപ്പം മമ്മൂക്ക അവർക്ക് ചായ കൊടുക്കുന്ന ഒരു സീൻ, അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ വീടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഉമ്മറത്തിൻ്റെ ഈ ഭാഗം. ഇവിടെ വെച്ച് കുറേ സീനുകൾ എടുത്തിട്ടുണ്ട്. മമ്മൂക്കയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കുന്ന സുനിത എന്നുള്ള ആക്ട്രസിനെ ഒരു പ്രണയബന്ധത്തിൻ്റെ പേരിൽ അടിക്കുന്നൊരു സീനുണ്ട് ഈ സിനിമയിൽ. അത് ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ട് ഭാഗം ചോദിക്കുന്നൊരു ഇമോഷണൽ സീനുണ്ട്. അതും ഈ ഭാഗത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതായിരുന്നു ഈ വീട്ടിലേക്കുള്ള കവാടമായിട്ട് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. അവിടെ ഒരു പടിപ്പുരൊക്കെ ഉണ്ടായിരുന്നു. അത് സെറ്റിട്ടതാണോ ഇവിടെ ഉണ്ടായിരുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു നല്ല രസമുള്ളൊരു പടിപ്പുരയായിരുന്നു. ഈ വീട്ടിലേക്ക് നമ്മൾ കയറി വന്നപ്പോൾ ഇവിടെ രാമനാഥൻ മാഷാണ് ഉണ്ടായിരുന്നത്. മാഷാണ് തിണ്ണയിലിരിക്കുന്നത്. മാഷൊരു റിട്ടയേർഡ് അധ്യാപകനാണ്. മാഷിൻ്റെ മോളും മരുമകനാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ആർക്കും ഇപ്പം അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും കൊടുക്കുന്നില്ല, വ്ളോഗിന് പോലും കൊടുക്കുന്നില്ല. പക്ഷെ നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ട് മാഷ് കുറച്ച് നേരം ഒന്ന് ഷൂട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് അനുവദിച്ചാണ്. അപ്പോൾ അത് ഞങ്ങൾക്കും നിങ്ങൾക്കും അത് ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കുറേ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്. വീടിൻ്റെ വേറെ ചില പോർഷൻസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിക്കുന്നത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഒരു പ്രധാനപ്പെട്ട സീൻ നടക്കുന്നുണ്ട്. ഇതിൽ സിദ്ദിഖ കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയ്ക്ക് ഫുഡ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ഇഷ്യൂ ഉള്ളൊരു സീനുണ്ട്. അത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. താമരക്കണ്ണനൂറങ്ങേണം
എന്തായാലും ഒരുപാട് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിച്ചു എന്ന സന്തോഷത്തിൽ ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമാ ലൊക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി. കൈ